അങ്ങനെ നമ്മുടെ നവീൻ നന്ദുവിനോട് അവൻ്റെ ഇഷ്ടം തുറന്ന് പറയാണ്. ആ സമയത്ത് നന്ദു ആണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ നവീൻ പറയുന്നത് കുറേ ദിവസമായി ഞാൻ നിൻ്റെ കൂടെ നടക്കുമ്പോഴൊക്കെ എനിക്ക് കുറേ സൂചിപ്പിച്ചു, പക്ഷെ നിനക്ക് മനസ്സിലായില്ല, പക്ഷെ ഞാൻ അനിയോട് പറഞ്ഞിരുന്നു എന്ന് പറയട്ടെ. ആ സമയത്ത് അനിയോടാ ചോദിക്കുന്നത് നമ്മുടെ നന്ദു. ആ അതേന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നവീൻ പറയുന്നത് നീ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയാം, പക്ഷെ നോ മാത്രം ഒരിക്കലും പറയരുത് പറഞ്ഞിട്ട് നീട്ടു പോകുന്നുണ്ട്. എന്തായാലും പിന്നെ നേരെ നവീൻ ചെല്ലുന്നത് നമ്മുടെ കനകയുടെ അടുത്തേക്കും ഗോവിന്ദൻ്റെ അടുത്തേക്കാണ്. അവരോട് പോയി പറയുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞില്ലേ, അവൾ വേറെ ആരുമല്ല നന്ദു ആണ്, എനിക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് അവളെ കല്യാണം കഴിച്ച് തരുമോ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കനക പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങളുടെ കുട്ടിക്ക് ഒരിക്കലും കിട്ടില്ല, പിന്നെന്താ ഞങ്ങൾ അവളെ കല്യാണം കഴിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നവീനാണെങ്കിൽ സന്തോഷം ആയിട്ട് എണീറ്റ് പോകേണ്ട. ആ സമയത്ത് നമ്മുടെ കനക വീണ്ടും ഗോവിന്ദനോട് പറയുന്നത് നമ്മൾ ഒരിക്കലും ആ കുട്ടിയെ വിട്ട് കളയരുത്, അത് നല്ലൊരു കുട്ടിയാണ്, നമ്മുടെ നന്ദുവിന് ചേരുന്ന കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ കനക വേഗം വിളിച്ചിട്ട് നമ്മുടെ നയനോട് പറയുന്നുണ്ട്. നയനാണെങ്കിൽ വേഗം ആദർശനോട് പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശ് പറയണ്ട അവർക്ക് രണ്ടാൾക്ക് നല്ല ചേർച്ചയാണ്, എന്തായാലും നമ്മൾ ഈ ബന്ധം വിട്ട് കളയരുത് എന്നൊക്കെ പറയുന്നത്. നവീൻ നല്ല പയ്യനാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആദർശ് പറയുന്നുണ്ട് പക്ഷെ അവരുടെ വീട്ടുകാർക്ക് ആ തൻ്റേടായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വേണ്ടാന്നല്ല പറഞ്ഞ്, നന്ദു ആണെങ്കിൽ നല്ല തൻ്റേടുള്ള കുട്ടിയാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അവൻ്റെ ഇഷ്ടം അവർ വേണ്ട വെക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നന്ദു ആണെങ്കിൽ വേഗം നമ്മുടെ അനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നവീനേട്ടനെ പോലെ ഒരു പയ്യനെ ഒരിക്കലും എൻ്റെ അമ്മയും അച്ഛനും വേണ്ടാന്ന് വെക്കില്ല, നയനേച്ചിക്കും അത് ഒരുപാട് ഇഷ്ടമാവും, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അവൻ്റെ അച്ഛൻ ആണെങ്കിൽ ഇപ്പോൾ അടുത്ത് തന്നെ ഗൾഫിൽ നിന്ന് വരുത്ര, അപ്പോൾ കല്യാണം വേഗം വേണമെന്നാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അനിയാണെങ്കിൽ ആകെ വിഷമിച്ചുകൊണ്ട് നിൽക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.